ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഓണം കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഓണമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഓണം സീരീസ് വ്ളോഗ്സ് ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ ഷോർട്സും വീഡിയോസും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനലിലെ മെമ്പേഴ്സ് 1K കഴിഞ്ഞിട്ട് ഇപ്പം 2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരോടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡാൻസിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ജാനുമോളെ ഒരുക്കുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. പലർക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റീസൺ എല്ലാവരും ഒന്ന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. ജാനുവിനെ നമ്മളിന്ന് ഒരുക്കാൻ പോവുകയാണേ. ജാനിതാ ഈ വേഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ജാനുവിനെ നമ്മൾ ഒരു ഡാൻസിന് വേണ്ടി ഒരു സാരിയൊക്കെ ഉടുപ്പിച്ച് ജാനു നോക്കൂ. ജാനു കണ്ടറിയാം. ഡാൻസ് ഒക്കെ പഠിക്കും, വീഡിയോ ഒക്കെ നോക്കി പഠിച്ച് ഡാൻസ് എല്ലാം സെറ്റാക്കുക. അവസാനം ഡാൻസ് കളിക്കാറാകുമ്പോഴത്തേക്ക് എന്നെ ഇട്ട് പെടുത്തും. അവൾ ആ സ്റ്റെപ്പൊന്നും ആയിരിക്കില്ല കളിക്കുന്നത്. എന്തിനി എന്താണെന്ന് ദൈവത്തിനറിയാം. ബാലു പിണങ്ങിയിരിക്കുക. ബാലുവിന് ജാനു ചേച്ചിക്ക് വെക്കാൻ കൊടുത്ത കണ്ണാടി ബാലുവിന് വേണമെന്ന് പറഞ്ഞത് ബാലു പിണങ്ങി അവിടെ പോയിരിപ്പുണ്ട് കണ്ണാടിയൊക്കെ എടുത്തിറങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ജാനുവിനെ ഒരുക്കി തുടങ്ങാമേ. അപ്പോൾ അത്ര നേരത്തേക്ക് ഞാൻ എൻ്റെ ക്യാമറ മഞ്ഞയ്ക്ക് കൈമാറുന്നു. മഞ്ഞ് പിടിക്കും ഞങ്ങൾ ഒരുക്കുന്ന അതുവരെ ക്യാമറ. ഓക്കെ. അങ്ങനെ പിണങ്ങി ഇന്ന് ബാലമോളെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊന്ന് സോഫ്റ്റാക്കി എടുത്താൽ മാത്രമേ എനിക്ക് ജാനുവിനെ ഒരുക്കാൻ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവളെ സമാധാനിപ്പിച്ചൊരു മൂലയ്ക്ക് ഇരുത്തി മൊബൈലും കൊടുത്തങ്ങ് ഇരുത്തി കേട്ടോ, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കി കുളവാക്കും. അങ്ങനെ എൻ്റെ സാരി ആയിരുന്നു, ഒരു റെഡ് സാരി എടുത്തു. ഇപ്പോൾ ആ പാട്ട് ഷൂട്ട് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി റെഡ് സാരി എടുത്തത്. അപ്പോൾ വലിയ സാരി ആയിരുന്നു, കുറേ അങ്ങ് അകത്തേക്ക് ഇട്ട് ഉടുപ്പിക്കേണ്ടി വന്നു. ബാല മൊബൈലും കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് സമാധാനം വഴക്കൊന്നും ഇടാതെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു അരപ്പട്ട പോലൊരു സംഭവം കെട്ടിക്കൊടുത്തു. വലിയ പാടായിരുന്നു കേട്ടോ സാരി ഉടുപ്പിച്ചെടുക്കാനായിട്ട്. കാരണം കുഞ്ഞാളല്ലേ, അപ്പോൾ സാരി വലിയ സാരി അതിനെ എങ്ങനെയൊക്കെ ഉടുപ്പിച്ച് ആദ്യം ഒരു കമ്മലും മാലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതെല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഒരു ഗോഡി ലുക്കായി. അങ്ങനെ മാല അങ്ങ് മാറ്റി കമ്മൽ മാത്രം ആക്കി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ സെറ്റായി. എന്തായാലും ആദ്യം മാല ഇട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്തത്. പിന്നെ എല്ലാം കൂടെ അങ്ങ് ഭയങ്കര ബോറുന്നുണ്ട്. അപ്പോൾ അതങ്ങ് മാറ്റി കേട്ടോ. പിന്നെ മുടി എന്താ ഞങ്ങൾ പുട്ടപ്പ് ചെയ്ത് കെട്ടി ബണ്ണിട്ട് കൊടുത്തു. ഫ്രണ്ടിലൊക്കെ ഒന്ന് ഒതുക്കി എല്ലാമൊക്കെ ഒന്ന് റെഡിയാക്കി കോതി വെച്ച് കൊടുത്തു. ഒരുപാട് പിന്നൊക്കെ യൂസ് ചെയ്ത് കുത്തി വെച്ചിട്ടാണ് കേട്ടോ അത് ഉടുപ്പിച്ചത്. കാരണം വലിയ സാരി ആയതുകൊണ്ട് കുഞ്ഞിന് ഒരുപാട് അങ്ങ് അകത്തേക്ക് ഉടുപ്പിക്കേണ്ടി വന്നു. പിന്നെ അവൾക്ക് പൗഡർ ഇട്ട് പൊട്ടിട്ടു. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടങ്ങ് ഒരുക്കി വെച്ചു. ബാലു എന്ത് പറ്റി? ബാലു പിണങ്ങിയിരിക്കുക. അങ്ങനെ സാരിയും മേക്കപ്പും എല്ലാം കഴിഞ്ഞു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോഴത്തേക്ക് അവൾക്ക് ഐലൈനർ എഴുതണം. അപ്പോൾ ഐലൈനർ അവൾ നന്നായിട്ട് എഴുതും. അങ്ങനെ സ്വന്തമായി എഴുതാൻ പോയേക്കും. ഐലൈനർ സ്വന്തമായിട്ട് എഴുതിയാലേ ഇഷ്ടമാവുള്ളൂ. പിന്നെ അതിനുശേഷം ഒന്ന് കളിച്ചൊക്കെ നോക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. ഷൂട്ട് ചെയ്യാനായിട്ട് റോഡിൽ പോകാൻ പോണേ. പിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അഴിഞ്ഞ് വീഴുന്നെങ്കിൽ കുത്തി വെച്ച് രക്ഷപ്പെട്ട് മാനം കാക്കണമല്ലോ. അപ്പോൾ അതാ പോവുകയാണ്. ഷൂട്ടിങ് ചെയ്ത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. എല്ലാവരും കാണണേ. നമ്മൾ എവിടെയൊക്കെ നോക്കിയിട്ട് ലൈറ്റ് ശരിയാവുന്നില്ല. ഇനി അപ്പോൾ റോഡിൽ പോയി ചെയ്യാമെന്ന് വിചാരിക്കും. ലൈറ്റിംഗ് ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ റോഡിൽ പോയിട്ടും പറ്റിയില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടി പിടിച്ചത് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ തളർന്നു പോയി. നല്ല വെയിലത്തായിരുന്നു. എൻ്റെ മോളെ നല്ലതായിട്ടായി കളിച്ച് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ബെൽ ബട്ടൺ കൂടി എല്ലാവരും എനേബിൾ ചെയ്യണേ. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നതാണ്. പാലു ടാറ്റ പറ. ടാറ്റ ബൈ ബൈ. ടാറ്റ.